അപ്പോൾ ആർ യു റെഡി ഫോർ എക്സാംസ്? നിങ്ങളൊക്കെ പരീക്ഷയ്ക്ക് റെഡിയാണോ മക്കളെ? നമ്മൾ റെഡിയാണ്, കട്ടയ്ക്ക് റെഡിയാണ് അല്ലേ? കട്ടയ്ക്ക് റെഡിയാണ് എങ്കിൽ ഇതാ നോക്കാം, നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സുകളാണ് മിസ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്? ഒരു ഗ്ലോമറസിന്റെ പിക്ചറാണ് അല്ലേ? ഈ ഗ്ലോമറസിന്റെ പിക്ചർ എങ്ങനെയൊക്കെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എ എന്ന് പറയുന്നത് വണ്ണം കൂടിയതാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയുന്നു? നമ്മൾ അതിനെ പറയുന്നതാണ് അഫറന്റ് വെസൽ എന്ന് പറയുന്നു. അഫറന്റ് വെസൽ, അഫറന്റ് വെസൽ എന്ന് പറയുന്നു. ബി എന്ന് പറയുന്നതോ എഫറന്റ് വെസൽ ആണ്. എഫറന്റ് വെസൽ ആണ്. ക്ലിയർ ആയോ? ഇഫറന്റ് വെസൽ. ഓക്കെ, ഇഫറന്റ് വെസൽ എന്ന് പറയുന്നു. ഇനി ഇഫറന്റ് വെസൽ എന്ന് പറയുന്നു. ഇനി സി എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമ്മുടെ ഗ്ലോമറുലസ് ആണ് അല്ലെ? ഗ്ലോമറുലസ് ആണ്. ഗ്ലോമറുലസ്, ഗ്ലോമറുലസ് ആണ്. അത് കഴിഞ്ഞ് ഇവിടെ നോക്കിക്കേ, 3 തരം പേശികൾ നിങ്ങൾക്ക് തരാം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമ്മളിവിടെ ഗ്ലോമറുലസിന്റെ ഭാഗം പറഞ്ഞു, ബോമാൻസ് ക്യാപ്സ്യൂൾ അതിന്റെ ഭാഗങ്ങൾ, ഇതുപോലെ ഓരോരോ ഭാഗങ്ങൾ തന്നിട്ടാണ് അടയാളപ്പെടുത്താൻ ചോദിക്കുക. എ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? കാർഡിയാക് മസിലാണ്. ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. ഹൃദയ പേശി, ബ്രാഞ്ചിലാണ് അല്ലെ? ശാഖകൾ തിരിഞ്ഞതാണ്. ബി എന്ന് പറയുന്നത് എന്താണ്? സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയാം. സ്ട്രയേറ്റഡ് മസിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് എന്ത്? സ്കെലിറ്റൽ മസിൽ. സ്കെലിറ്റൽ മസിൽ, രേഖാങ്കിത പേശി, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? സ്കെലിറ്റൽ പേശി, അല്ലെങ്കിൽ അസ്ഥി പേശികൾ എന്ന് പറയുന്നു. ഇനി സ്പിൻറ്റൽ ഫൈബേഴ്സ്, സ്പിൻറ്റലിന്റെ ആകൃതിയിൽ അല്ലെ? സ്പിൻറ്റലിന്റെ ആകൃതി കാണുന്നതാണ് എന്ത്? സ്മൂത്ത് മസിൽ എന്ന് നമ്മൾ പറയുന്നത്. സ്മൂത്ത് മസിൽ, അല്ലെങ്കിൽ എന്ത് പറയുന്നു? മിനുസ പേശി. മിനുസ പേശി അല്ലെങ്കിൽ രേഖാശൂന്യ പേശി എന്നും പറയാം. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി ഈ ഒരു ഫിഗറും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഫിഗർ ആണ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഫിഗർ ആണ് ഹരിതഗണം. ഹരിതഗണത്തിന്റെ ഫിഗറാണ് ഇവിടെ തന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഗ്രാനിയാണ്. ഇതിനുള്ളിലുള്ള മെട്രിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് പാർട്ടിനെ നമ്മൾ എന്ത് പറയുന്നു? സ്ട്രോമ എന്ന് പറയുന്നു. സ്ട്രോമ. പിന്നെ ഇവിടെ 2 ഡബിൾ മെംബ്രെയിൻ വോള് കാണാം. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡബിൾ മെംബ്രെയിൻ എന്ന് തന്നെ പറയുന്നു, അല്ലെങ്കിൽ ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ എന്ന് പറയാം. ഇതാണ് ഇരട്ട സ്തരമുള്ള ഹരിതഗണം എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫിഗർ, ഇതിലെ എല്ലാ ഫേസും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? മെറ്റാഫേസ് ആണ്. മെറ്റാഫേസ് ആണ്. ഇതെന്താണ്? അനാഫീസ് ആണ്. അനാഫീസ്. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ പ്രോഫേസും ടെയിലോഫേസും വൃത്തിയിൽ തന്നെ പഠിക്കണം കേട്ടോ. ഇനി ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് ഇതിനു മുന്നേ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗർ ആണെന്ന്. ഏറ്റവും പുറമെ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നതാണെന്ത്? ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഭാഗം. ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഭാഗം. പിന്നെ ഈ ഒരു ബ്ലൂ കളറിൽ നിങ്ങൾ കാണുന്നത്, നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണുക, പക്ഷെ അതിന് തൊട്ട് താഴെയുള്ളത് ഓർത്താൽ മതി. ലിഗമെന്റ് എന്ന് പറയുന്നു. സ്നായുക്കൾ. സ്നായുക്കൾ എന്ന് പറയുന്നു. പിന്നെ ഈ പറയുന്ന റോസ് കളറിലെ, അതാണ് ഇവിടെ കാർട്ടിലേജ് എന്ന് പറഞ്ഞ് കാണുന്നത്. തരുണാസ്ഥി. തരുണാസ്ഥി. പിന്നെ ഈ ഒരു മെംബ്രെയിൻ, ഇവിടെ ഒരു മെംബ്രെയിൻ കാണുന്നുണ്ടല്ലോ, അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? സൈനോവിയൽ മെംബ്രെയിൻ. സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറയുന്നു. അതിൽ തന്നെ അതിന്റെ ഉപ്പുറത്തായിട്ട് സൈനോവിയൽ മെംബ്രെയിൻ അല്ലെങ്കിൽ സൈനോവിയൽ സ്തരം എന്ന് പറയുന്നു. ഇവിടെ കാണുന്ന, അതിന്റെ ഉള്ളിൽ കാണുന്നതാണ് എന്ത്? സൈനോവിയൽ ദ്രവം. സൈനോവിയൽ ദ്രവം എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ക്യാപ്സ്യൂള്, ഇവിടെ ലിഗമെന്റ്, ഇവിടെ നിങ്ങൾക്ക് എന്താണ്? സൈനോവിയൽ മെംബ്രെയിൻ കാണാം, സൈനോവിയൽ ഫ്ലൂയിഡ് കാണാം. ഇതാണെന്ത്? കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി എന്ന് പറയുന്നത്. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു ഭാഗം. അതുപോലെ തന്നെ എന്താണ്? ഇതെന്താണ്? കളക്ടിങ് ഡക്ട്. കളക്ടിങ് ഡക്ട് ശേഖരണ നാളിയാണ് കേട്ടോ. ശേഖരണ നാളിയാണ്. പിന്നെ ഈ ഒരു ട്യൂബിളിൽ നമ്മൾ എന്ത് പറയുന്നു? റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നു. റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നു. റീനൽ ട്യൂബ്യൂൾ. വൃക്കാനളിക. വൃക്കാനളിക എന്ന് പറയുന്നു. പിന്നെ ഈ കാപ്പിലറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിട്യൂബുലാർ കാപ്പിലറീസ്. പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറയുന്നു. കാപ്പിലറീസ് അതായത് ബാഹ്യ നളിക ലോമികാജാലം. ലോമികാജാലം. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് 2 വെസൽ, അഫറന്റ് വെസലും ഇഫറന്റ് വെസലും കാണാതെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ഇതാണ് ബൗമാൻസ് ക്യാപ്സ്യൂള്. അതിന്റെ ഉള്ളിലാണ് നിങ്ങൾ എന്ത് കാണുന്നത്? ഗ്ലോമറുലസ് കാണുന്നത് കേട്ടോ. ഇനി ഈ ഒരു ഫിഗർ നിങ്ങൾ കഴിഞ്ഞൊരു മുന്നത്തെ ഒരു വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് കണ്ട പെട്ടെന്ന് തിരിച്ചറിയില്ല, പക്ഷെ ഇതെന്താണ്? യെസ്, ഇത് സീറ്റയാണ്. അതായത് എർത്ത് വേമിന്റെ മേലെ കാണുന്ന, മണ്ണിരയിൽ കാണുന്ന സീറ്റ, കീറ്റ എന്ന് നമ്മൾ പറയും, സീറ്റ എന്ന് പറയും. ഇതാണ് എന്ത് ചെയ്യുന്നത്? മണ്ണിരയുടെ മൂവ്മെന്റിന് സഹായിക്കുന്നത്. അതാണ് ഇവിടെ കാണുന്ന സീറ്റ എന്ന് പറയുന്നത് കേട്ടോ. ഇനി
അടുത്ത ഫിഗർ നോക്കി, ഈ ഭാഗം നിങ്ങൾക്ക് കണ്ടറിയാലോ, പെരിസ്റ്റാൾസിസ് ആണ് അല്ലെ. പെരിസ്റ്റാൾസിസ് ആണ് നമ്മുടെ അന്നനാളത്തിൽ നമ്മുടെ ഈ ഒരു എന്താണ് ഈസോഫാഗസ് എന്ന് കാണുന്ന പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ആണ് ഇവിടെ കാണുന്നത്. അതും കൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. പിന്നെ എന്താണ് പ്ലാന്റിൽ വരുന്ന ഈ ഒരു ഭാഗം എന്താണ് മക്കളെ? എപ്പിക്കൽ മെരിസ്റ്റം ആണ്. എപ്പിക്കൽ മെരിസ്റ്റം, അഗ്രമെരിസ്റ്റം, അഗ്രമെരിസ്റ്റം. ഓക്കെ, ഈ ഭാഗത്തെ നമ്മൾ പറയുന്നതാണ് എന്ത്? ലാറ്ററൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, അതായത് പാർശ്വമെരിസ്റ്റം. ലാറ്ററൽ അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം. പിന്നെ എന്താണ്? നോഡ്, ഇന്റർനോഡ് ഉണ്ട്. അതിന്റെ ഇടയിൽ കാണുന്നതാണിത് പർവാന്തര മെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ഇന്റർ കാലറി മെരിസ്റ്റം, ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുന്നതാണ്. പിന്നെ നമ്മുടെ മിയോസിസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ത്? ഇത് സ്ത്രീയുടെയും തരം പുരുഷന്റെയും തരം. ഇവിടെ ഫീമെയിൽ അല്ലെങ്കിൽ മദറിൽ കാണുന്നതാണിത് ഈ മിയോസിസ് 1, മിയോസിസ് 2, മിയോസിസ് 1ഉം മിയോസിസ് 1ഉം മിയോസിസ് 2 ആണ്, അല്ലെങ്കിൽ ഊനഭംഗം 1ഉം ഊനഭംഗം 2ഉം. ഓക്കെ, ഇനി ഈ ഭാഗം എന്താണ്? നമ്മുടെ ഓവമാണ്, അണ്ഡമാണ്. ഇതിന് നമ്മൾ പറയുന്നത് എന്താണ്? പോളാർ ബോഡി, പോളാർ ബോഡികൾ എന്ന് പറയുന്നു, പോളാർ ബോഡി എന്ന് പറയുന്നു. ഇനി നമ്മുടെ മെയിൽസിലാണെങ്കിലോ മിയോസിസ് 1, മിയോസിസ് 2 എന്ന് പറയുന്നത് ലാസ്റ്റ് 4 എണ്ണം ഉണ്ടാവുന്ന അതിനെയാണ് സ്പേം എന്ന് നമ്മൾ പറയുന്നത്, പുംബീജങ്ങൾ എന്ന് പറയുന്നു. ക്ലിയർ? ഇനി ഈ ഒരു ഫിഗർ കണ്ടോ, നമ്മൾ ട്രോപ്പിക്കൽ മൂവ്മെന്റ്സ് പഠിക്കുന്നുണ്ട് പ്ലാന്റ്സിലെ. അതിൽ പോളൻ ട്യൂബ് അല്ലെ, പരാഗനാളിയുടെ മൂവ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, പോളൻ ട്യൂബിന്റെ ജെർമിനേഷൻ. ഇവിടെ ഏത് ട്രോപ്പിക്കൽ മൂവ്മെന്റ് ആ പറയുന്നത്? കീമോട്രോപ്പിസം ആണ് കേട്ടോ, കീമോട്രോപ്പിസം ആണ് ഇവിടെ പറയുന്നത്. രാസട്രോപിക ചലനം, രാസട്രോപിക ചലനം. അതിൽ കുറേ പിക്ചേഴ്സ് ഉണ്ട്. ക്ലൈംബേഴ്സിന്റെ ആണ് ഹാപ്റ്റോട്രോപ്പിസം, നമ്മുടെ ഏതാണ് ചലനത്തിന്റെ അല്ലെങ്കിൽ തൊട്ടുന്നതിന്റെ കൂടെ പോകുന്നതാണ്. അതുപോലെ തന്നെ ഫോട്ടോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം, അതിന്റെ എല്ലാ ഫിഗറും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. പിന്നെ ഇതാ നമ്മുടെ കിഡ്നിന്റെ ഔട്ടർ മോസ്റ്റ് പാർട്ടിനെ നമ്മൾ കോർട്ടെക്സ് എന്ന് പറയുന്നു, ഇന്നർ ഭാഗത്തിനെ നമ്മൾ മെഡുല്ല എന്ന് പറയുന്നു, ഈ ഭാഗത്തെ നമ്മൾ പെൽവിസ് എന്ന് പറയുന്നു. പെൽവിസ്, മെഡുല്ല, കോർട്ടെക്സ്. ഓക്കെ, കോർട്ടെക്സ് എന്ന് പറയുന്നു. ഈ നെഫ്രോൺ കാണുന്ന ഭാഗം കണ്ടല്ലോ, നെഫ്രോണിന്റെ ബൊമാൻസ് ക്യാപ്സൂളൊക്കെ കാണുന്നത് കോർട്ടെക്സിലാണ്. ആ നീണ്ട ട്യൂബുകൾ കാണുന്നത്, ലോങ് ട്യൂബ്യൂൾ കാണുന്നത് എവിടെയാണ്? മെഡുല്ല റീജിയനിലാണ്. ഓക്കെ, അപ്പൊ ഈ ഫിഗർ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ അതേപോലെ തന്നെ റെസ്പിറേഷന്റെ ചാപ്റ്ററിൽ നമ്മുടെ ഈ ഓക്സി ഹീമോഗ്ലോബിൻ ആവുന്നു, ഇത് ടിഷ്യൂ ഫ്ലൂയിഡ്, പിന്നെ കോശത്തിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെയൊക്കെ ബ്ലാങ്ക് ഇട്ടിട്ട് ചോദിക്കാതെ ഓക്സി ഹീമോഗ്ലോബിൻ ആവുന്നു എന്നത് ബ്ലാങ്ക്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് നിങ്ങളോട് ലേബൽ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഓക്സിജൻ ബ്ലഡ് കാപ്പിലറിൽ എത്തി ഇവിടെ ഇത് എന്താണ്? ഹീമോഗ്ലോബിൻ ആണ്. അതുമായി ചേർന്ന് കഴിയുമ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ ആവുന്നു, പിന്നെ ടിഷ്യൂ ഫ്ലൂയിഡിൽ എത്തിയിട്ട് എന്ത് ചെയ്യുന്നു? സെല്ലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓരോ കോമ്പൗണ്ട് ആണ് നിങ്ങളോട് ബ്ലാങ്ക് ആയിട്ട് ചോദിക്കുക. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ 7% പ്ലാസ്മ വാട്ടറിൽ, 23% എന്താണ്? കാർബമിനോ ഹീമോഗ്ലോബിൻ ആവുന്നു, കാർബമിനോ ഹീമോഗ്ലോബിൻ ആവുന്നു. ഇവിടെയാണെങ്കിലോ ബൈകാർബണേറ്റുകളുടെ രൂപത്തിൽ, ഇവിടെയാണെങ്കിൽ ബൈകാർബണേറ്റുകളുടെ രൂപത്തിൽ, ബൈകാർബണേറ്റുകളുടെ രൂപത്തിലാണ് പോകുന്നത്. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ 7%, 23%, 70% അതിന്റെ ശതമാനം പഠിക്കണം കേട്ടോ. പ്ലാസ്മ ജലത്തിലൂടെയാണ് 7%, 23% കാർബമിനോ ഹീമോഗ്ലോബിൻ, ബാക്കി 70% എന്താണ്? ബൈകാർബണേറ്റുകളുടെ രൂപത്തിൽ. അപ്പൊ പഠിച്ചാലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഓൾ ഇമ്പോർട്ടന്റ് ഫിഗേഴ്സും പഠിച്ചു കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് സെറ്റ് ആക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു മിസ്? ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കുകയാണ്, സ്മോക്കിങ്ങിന്റെ കാര്യമായിട്ട് അല്ലെ, എഫക്ട്സ് ഓഫ് സ്മോക്കിങ്ങിന്റെ കാര്യത്തിൽ ഭാഗം വരുന്ന എന്താണ്? നമ്മുടെ റപ്ചർ, ആൽവിയോളുകൾ റപ്ചർ ആവുന്നുണ്ട്. ഈ പറയുന്ന ആൽവിയോളുകൾ, വായു അറകൾ പൊട്ടുന്ന അവസ്ഥയെ നമ്മൾ എന്ത് പറയുന്നു? അല്ലെങ്കിൽ ആ ചിത്രം നിങ്ങൾക്ക് തന്നിട്ട് ചോദിക്കും, അത് ഏത് രോഗമാണെന്നും കൂടെ, അത് ഏത് അവസ്ഥയാണെന്നും കൂടെ പഠിക്കുക. പുകവലിയുടെ ഭാഗമായിട്ട് നമ്മുടെ ശ്വാസകോശത്തിന്റെ വായു അറ, ആൽവിയോളുകളുടെ ഇലാസ്റ്റിക് നഷ്ടപ്പെടുന്നു, അതെന്തെന്നു? റപ്ചർ ആവുന്നു, പൊട്ടുന്ന ആ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഏത് രോഗമാണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ അടിപൊളിയായിട്ട് എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.